പി മുസ്തഫ, വികസനത്തിന്റെയും സാമൂഹിക പുരോഗതിയുടെയും 9 വർഷമാണ് ഒന്നാം പിണറായി സർക്കാരും ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ 4 വർഷങ്ങളും കഴിയുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിലുള്ളത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അദ്ദേഹം അതിന് ആധാരമാക്കുന്നത് നീതി ആയോഗിന്റെ സൂചികകളിൽ കേരളം 1-ാം സ്ഥാനത്തെത്തിയെന്നാണ്. പക്ഷേ പ്രതിപക്ഷം പല കാര്യങ്ങളിലും ഈ സർക്കാരിന്റെ അവകാശവാദങ്ങളെ ചലഞ്ച് ചെയ്യുന്നുണ്ട്, വെല്ലുവിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വികസന നേട്ടങ്ങളുടെ നാഴികക്കല്ലായി എടുത്തു കാണിക്കുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതി, അതിന് വിത്ത് പാകിയത് ഞങ്ങളാണ് എന്ന് UDF പറയുന്നു. UDF സർക്കാർ കൊണ്ടുവന്നതും ആഗ്രഹിച്ചതും ആശയതലത്തിൽ രൂപപ്പെടുത്തിയതുമല്ലാത്ത ഒരു പരിപാടിയും സംസ്ഥാനത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സർക്കാരിനുള്ള അവകാശവാദങ്ങൾക്കുള്ള പ്രതിപക്ഷത്തിൻ്റെ ചെക്ക്. എങ്ങനെയാണ് താങ്കൾ ഈ 9 വർഷത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ കേരളത്തിൻ്റെ പൊതുസമക്ഷത്തിന് മുന്നിൽ വെക്കുക? എങ്ങനെയാണ് പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയുക? ജനാധിപത്യ സംവിധാനത്തിനകത്ത് സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തെ പോലെ തന്നെ പ്രതിപക്ഷത്തിനും ഇടമുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷം അതിൻ്റെ നമ്മുടെ നാട്ടിലെ ഒരു കീഴ്വഴക്കം, ധർമ്മം എന്ന് പറയുന്നത്, ആളുകളുടെ ഒരു പൊതുബോധത്തിലുള്ളത് ഭരണപക്ഷത്തെ എന്തൊക്കെയാണോ പറയുന്നത് അത് മുഴുവൻ നിഷേധിക്കുകയും എതിർക്കുകയും ചെയ്യുക. ഇത് നാട്ടിലെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു പൊതു രീതിയാണ്. അതുകൊണ്ട് പറയുന്നതിനപ്പുറത്ത് പ്രതിപക്ഷത്തിൻ്റെ ഏതെങ്കിലും കാര്യങ്ങളിൽ വസ്തുതയുണ്ടോ? ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ഒന്നും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടക്കില്ല എന്ന് വരുത്തി തീർക്കാനാണല്ലോ യഥാർത്ഥത്തിൽ കോൺഗ്രസും BJPയും ഉൾപ്പെടെ നമ്മുടെ നാട്ടിൽ ശ്രമിച്ചത്. എന്നാൽ ജനങ്ങളുടെ അനുഭവം എന്താ? അവർ തടസ്സപ്പെടുത്താനും നടത്താതിരിക്കാനും വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയോടുകൂടി അതെല്ലാം നടപ്പിലാക്കി ജനങ്ങൾക്കത് അനുഭവവേദ്യമാകുന്നു. ഇത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്, അവകാശവാദമല്ല, യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിലാണ് കേരളത്തിലെ ഇടതുപക്ഷവും അവരോടൊപ്പം ചേർന്നുകൊണ്ട് കേരളത്തിലെ ബഹുജനങ്ങളും നിൽക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ കൂടെയല്ല. ഏതെല്ലാം കാര്യങ്ങളിൽ ഇപ്പോൾ ദൗർഭാഗ്യവശാൽ ഗവൺമെൻറ്റിൻ്റെ അവകാശവാദം, അതിനോടുള്ള പ്രതിപക്ഷത്തിൻ്റെ ചില വർത്തമാനങ്ങളല്ലാതെ ഈ പ്രതിപക്ഷം തന്നെ ഗവൺമെൻറ് പറയുന്ന പല കാര്യങ്ങളിലും രാഷ്ട്രീയമായും നിയമപരമായും നടത്തിയ പോരാട്ടങ്ങൾ എവിടെ നിൽക്കുന്നുള്ളൂ? അല്ല, അതിനകത്ത് പ്രതിപക്ഷം പറയുന്നത് ഈ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ പുനരധിവാസം സംബന്ധിച്ച കാര്യങ്ങളിൽ എവിടെയാണ് സർക്കാർ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലുള്ള വന്യമൃഗ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ സാഹചര്യങ്ങൾ സംബന്ധിച്ച് ഇപ്പോഴും സർക്കാരിനെതിരെ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. അതിലെന്ത് നടപടി എന്ന് ചോദിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ സമരം തുടങ്ങിയിട്ട് 100-ാം നാൾ പിന്നിടുകയാണ്. CPOയുടെ സമരമുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. ആരോഗ്യ മേഖലയിൽ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള വീഴ്ചകളെക്കുറിച്ച് പറയുന്നു. ക്രമസമാധാന പാലനത്തിലെ വീഴ്ചകൾ സംബന്ധിച്ചും സാധാരണക്കാരുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ഈ സർക്കാരിന് മുന്നിൽ ചോദ്യങ്ങളായി മുന്നിൽ വെക്കുകയാണ്. ഇതും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിലുള്ള കാര്യങ്ങളല്ലേ? അല്ല, കൃത്യമായിട്ടുള്ള ധാരണയും ബോധ്യങ്ങളും എല്ലാം ഈ വിഷയങ്ങളിൽ കേരളീയ സമൂഹത്തിനുണ്ട്. അത് കൃത്യമായിട്ട് ഇന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ സാധാരണ അദ്ദേഹം നടത്താറുള്ളതുപോലെ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മുണ്ടക്കൈ വയനാട് ദുരന്തത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമായിട്ട് നമ്മുടെ മുന്നിലുള്ളതാണ്. ഒരുപാട് കാലം മുമ്പ് സംഭവിച്ചൊരു ദുരന്തമല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു ദുരന്തമാണ്. അതിനകത്ത് ഇത്രയും സമയബന്ധിതമായി ഇടപെടാൻ ഈ ഗവൺമെൻറ് ആയതുകൊണ്ടാണ് സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവിടെ പുനരധിവാസം തുടങ്ങിയിരിക്കുന്നു. ഹൈക്കോടതിയിൽ സ്ഥലമുടമകൾ, അവിടുത്തെ എസ്റ്റേറ്റ് ഉടമകൾ പോയി തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഗവൺമെൻറ് നല്ല നിലയിൽ ആ കേസ് നടത്തി. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ സമീപനമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേവലം ദിവസങ്ങൾ കൊണ്ട്, ആഴ്ചകൾ കൊണ്ട് ആദ്യത്തെ മാതൃകാ ഭവനം പൂർത്തിയാകുന്നു. അതനുസരിച്ച് ഇനി 534 വീടുകൾ ഒരു വർഷത്തിൽ, അവരിപ്പോൾ അവകാശപ്പെട്ടതനുസരിച്ചിട്ടാണെങ്കിൽ, ഊരാളുങ്കലിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ചാണെങ്കിൽ ഒരു 8 മാസത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. ആ നിലയിൽ പുനരധിവാസത്തിനുള്ള നടപടികൾ, അവർക്കുള്ള താൽക്കാലിക പുനരധിവാസം, ഇതെല്ലാം സുതാര്യമായിട്ട് നടന്നു. അതിൻ്റെ നല്ല ഗുണഫലമല്ലേ SLC റിസൾട്ടിൽ ഉണ്ടായത്? തകർന്ന് പൊളിഞ്ഞു പോയ സ്കൂൾ, അത് അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിലായിരുന്നു, കഴിഞ്ഞ ജൂൺ മാസത്തിൽ.
എന്നാൽ ഈ അധ്യയന വർഷത്തിൽ തന്നെ ആ സ്കൂളിലെ കുട്ടികൾ 100% വിജയം നേടിയില്ലേ? എങ്ങനെയാ ആ വിജയത്തിലേക്ക് ആ കുഞ്ഞുങ്ങളെ കൈപിടിച്ചെത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത്? ആ തകർന്നുപോയ സ്കൂളിന്റെ സ്ഥലത്ത് ആഴ്ചകൾ കൊണ്ട് പകരം സ്കൂൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഈ നഷ്ടപ്പെട്ടു പോയ അധ്യയന ദിനങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പഠനക്രമം ഇതെല്ലാം കൊണ്ടുവന്നപ്പോൾ അങ്ങേയറ്റം മാനസികമായിട്ട് തന്നെ പ്രയാസങ്ങളിലായി പോയ ആ കുഞ്ഞുങ്ങളെ ശരിയായ നിലയിൽ കൗൺസിലിംഗ് ഒക്കെ നൽകി അവർക്ക് നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടാക്കി അവർക്ക് അതിജീവിക്കാൻ മുന്നോട്ട് വരാനുള്ള സമീപനം ഉണ്ടാക്കിയപ്പോൾ ആ കുട്ടികൾ 100% വിജയം വെള്ളാർമല സ്കൂൾ നേടിയില്ലേ? എങ്ങനെയാ സാധിച്ചത്? അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും എടുത്തു നോക്കിയാൽ നിങ്ങൾ നോക്കൂ, എന്തായിരുന്നു UDF ഭരണകാലത്ത്? ഞാൻ ആ വിദ്യാഭ്യാസം പറഞ്ഞുകൊണ്ട് തന്നെ പറയാം. ഇവിടെ സ്കൂളുകൾ പൂട്ടണമെന്നല്ലേ ഗോപികൃഷ്ണ തീരുമാനിച്ചത് UDF ഭരണകാലത്ത്? അന്ന് സ്കൂളുകൾ അൺഇക്കണോമിക് പട്ടികയുണ്ടാക്കിയില്ലേ? 1200ഓളം സ്കൂളുകളുടെ പട്ടികയുണ്ടാക്കി അൺഎക്കണോമിക് അടച്ചുപൂട്ടണം എന്നാണ് ലിസ്റ്റ് ഇട്ടത്. ഏതെങ്കിലും ഒരു സ്കൂൾ കേരളത്തിൽ അടച്ചുപൂട്ടേണ്ടി വന്നോ 2016 ശേഷം? ഏതെങ്കിലും ഒരു വിദ്യാലയത്തെക്കുറിച്ച് അൺഇക്കണോമിക് എന്ന വാക്ക് തന്നെ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടോ? അങ്ങനെ ഒരു വിലയിരുത്തലെ കേരളത്തിൽ ഇല്ലാത്ത വിധത്തിൽ പൊതുവിദ്യാഭ്യാസത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടി കഴിഞ്ഞില്ലേ? ആശുപത്രികളുടെ കാര്യം, നേരത്തെ ഒരുതരം മണവും മരുന്നില്ലായ്മയും ആവശ്യമായ സ്റ്റാഫും ഡോക്ടറും ഇല്ലാത്ത പ്രശ്നങ്ങൾ ആളുകൾ കൈയൊഴിഞ്ഞിരുന്നല്ലോ. അവിടെ ഇപ്പോൾ എന്താ നമ്മുടെ ആശുപത്രികളുടെ അവസ്ഥ? എല്ലാ ജില്ലാ ആശുപത്രികളിലും കാത്ത് ലാബുകൾ, അവിടെ കാർഡിയാക് സർജറികൾ നടത്താൻ കഴിയുന്ന അവസ്ഥ വന്നില്ലേ? 44 താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് സംവിധാനം വന്നില്ലേ? ഇതൊന്നും മുമ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു സംഗതി എന്താ? ഗവൺമെന്റ് ആശുപത്രികളിൽ ക്യൂ നീളുകയാണ്. അതുകൊണ്ട് ആളുകൾ വന്നാൽ ഒരു പക്ഷേ കുറച്ച് സമയം അധികം നിൽക്കേണ്ടി വരികയാണ്. മരുന്നും ഡോക്ടറും നേരത്തെ ഉച്ചവരെയാണ് മിക്കവാറും എല്ലാ ഗവൺമെന്റ് ആശുപത്രികളും ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കുടുംബാരോഗ്യ കേന്ദ്രം പോലും രാത്രി വരെ ഡോക്ടറും ജീവനക്കാരുമുള്ള സംവിധാനം, കിടത്തി ചികിത്സകൾ, എല്ലാ മേഖലയിലും ആ മാറ്റം ഉണ്ടായില്ലേ? വീടില്ലാത്ത ആളുകളുടെ അവസ്ഥ, 4.5 ലക്ഷം വീടുകൾ കൊടുത്തു കഴിഞ്ഞില്ലേ? ആളുകൾ കയറി താമസമായില്ലേ? 4,09,000 ആളുകൾക്ക് പട്ടയം, അവരുടെ ഭൂമിയുടെ അവകാശം കൈവശം കിട്ടിയില്ലേ? നേരത്തെ മുടങ്ങിപ്പോയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ UDF കാലത്ത് 600 രൂപ, അത് തന്നെ 18 മാസം മുടങ്ങിയത്. ഇപ്പോൾ അത് തുടർച്ചയായി കൊടുക്കുന്നു. LDF ഗവൺമെന്റിന്റെ കാലത്തും ഈ രണ്ടാം ഗവൺമെന്റ് വന്നപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ഒരു 5 മാസം മുടങ്ങിപ്പോയി നമ്മുടെ സാമ്പത്തിക പരാധീനത മുഴുവൻ. പക്ഷെ അത് വീണ്ടും പുനരാരംഭിക്കാൻ കൃത്യമായിട്ട് ഓരോ മാസവും സർക്കാർ ജീവനക്കാർക്കൊക്കെ പെൻഷൻ കിട്ടുന്നത് പോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതത് മാസം ആളുകളുടെ കൈകളിൽ എത്തിക്കാൻ വേണ്ടി കഴിയും.